ഹായ് ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പിറ്റേ ദിവസം മോർണിംഗ് ആണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ആരൊക്കെ എന്തൊക്കെ തന്നുന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, എന്നാലും നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചെന്ന ഐറ്റംസൊക്കെ ഞാൻ എല്ലാം കൂടിയിട്ട് ഒന്നിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ അൺബോക്സ് ചെയ്യാം. ഓക്കെ, നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ വാട്ട് ഇൻസൈഡ് അറിയില്ല, ഇത് ആരാ തന്നെ നമുക്കറിയില്ല കേട്ടോ. ഓക്കെ, it's a photo frame. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിം. അപ്പോൾ ബാക്കിൽ നമുക്കിത് ഇതെടുത്തിട്ട് നമുക്ക് കാണല്ലോ, കാണല്ലേ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ഗിഫ്റ്റ്. ഇതും ആരാ തന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. The fruit bowl. Oh my god, it's a fruit bowl. നമ്മളുടെ ടേബിളിലേക്ക് വയ്ക്കാൻ വരുന്ന ഫ്രൂട്ട് ബൗളുണ്ട്. അപ്പോൾ that's it. സോ ഇതും നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് നമ്മളൊരു ചേട്ടൻ തന്നതാണ്. ഇതൊരു ക്യൂട്ട് നമ്മളുടെ എന്താ പറയുക, ബേർഡ്സിനൊക്കെ ഇരിക്കാൻ പറ്റുന്നൊരു പുറത്ത് നോക്കിയിട്ടായിരുന്നു നമുക്ക്. അപ്പം നമുക്ക് എവിടെ ഇടണം, പക്ഷെ അത് അവിടെ നോക്കിയിട്ട് എവിടെ ഇടണം എന്ന് നമുക്ക് നമ്മുടെ ഗാർഡനിൽ അവിടെ സെറ്റ് ചെയ്യാമെന്ന് തോന്നുന്നു. നമ്മുടെ ഗാർഡനില്ലേ, അതിൽ നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് പക്ഷെ ഞാൻ പറഞ്ഞ കമ്പിമല തൂക്കിയിട്ടാൽ മതിയായിരിക്കും. അതൊക്കെ കമ്പി നമുക്ക് ഒരു ആണി അടിച്ചിട്ട് നമുക്കിത് നമ്മുടെ ഗാർഡനിൽ തൂക്കിയിടാം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്ന ഗിഫ്റ്റാണ് കേട്ടോ. So I'll put it in here. അതിൻ്റെ bag. So let's do this. ഇതും ആരാ തന്നെന്ന് ഒരു ഐഡിയ ഇല്ല. Something written here. Congratulations on your new home. May your home be filled with warmth, laughter, and great memories. Best wishes from Nadisha. നദീഷ ഹോസ്പിറ്റലിലൊരു സ്റ്റാഫ് കൊണ്ടുവന്നു കേട്ടോ. നദീഷ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതൊരു നൈറ്റ് സെറ്റാണ് കേട്ടോ. നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ആക്ച്വലി. സ്മോൾ ഒരു കട്ടിംഗ് ബോർഡും അങ്ങനെയൊക്കെ ആയിട്ടൊരു ചെറിയ ഒരു നൈഫും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ബാർബിക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. That's it. So this is also here. ചെറിയൊരു ചോക്ലേറ്റ് ബോക്സ് ഉണ്ട്. പിന്നെ ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതൊരു സ്പെഷ്യാലിറ്റി ഗിഫ്റ്റ്. അതിന് ഞങ്ങളുടെ ഓണർ, ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞങ്ങൾ താമസിച്ച വീട്ടിലെ ഞങ്ങളുടെ ഓണേഴ്സിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൊണ്ടൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സ്പൈസ് നമ്മൾക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന എല്ലാ സ്പൈസസും അടങ്ങുന്നു. ഞങ്ങളിത് അൺബോക്സ് ചെയ്തായിരുന്നു, ഇന്നലെ തന്നെ ഞങ്ങൾ അൺബോക്സ് ചെയ്തായിരുന്നു. കാരണം ഇതിൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചീത്തയ്ക്ക് കളയായിരുന്നു. അതിൽ പൈനാപ്പിളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചീത്തയ്ക്ക് കളയായിരുന്നു വെച്ചിട്ട് ഇന്നലെ തന്നെ അൺബോക്സ് ചെയ്തിട്ട് അതൊക്കെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെ മല്ലിപ്പൊടി നമുക്ക് ഇടാനുണ്ടാവും, കുരുമുളക്, സ്പൈസസ്, മുളക് പൊടി. രണ്ടുപേരും ഒരു 80 വയസ്സിലെ മേലുള്ള ആൾക്കാരാണ് രണ്ടുപേരും. മുറിൽ അവിടെ ഉണ്ട്, ഓപ്പോസിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ
അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ സ്പൈസസ് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് ആക്ച്വലി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമ്മളങ്ങനെ ആരും അങ്ങനെ തിങ്ക് ചെയ്യില്ല നമുക്ക്, ശരിയല്ല നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഇതും നമ്മുടെ ചേച്ചി തന്നാണ്. അപ്പോൾ നമുക്കും ഇത് ഓൾറെഡി എൻ്റെ ഒരു പീസിലുണ്ട്, എന്നാലും ചേച്ചി തന്നാണ് വളരെയധികം സ്പെഷ്യലാണ്. അപ്പോൾ നമുക്കും അത് ഉടയ്ക്കാം. അപ്പം ഇതും എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്താണ്, ഷീ ഓൾസോ ആസ് ഐലൻഡ്, അവൾ എനിക്ക് തന്ന ഗിഫ്റ്റാണ്. ക്ലോക്ക് ഏത് റൂമിലെ ക്ലോക്കില്ലാത്ത ക്ലോക്ക് ഇത് ആരെ തന്നെ നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പം ആരെ തന്നെ ചിലത് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പം അതൊരു ക്ലോക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ടിലിരിക്കാന്ന് പിടിച്ചേക്കാം. എനിക്കിതൊരു തോന്നുന്നു നമ്മുടെ ചേച്ചി എന്താന്ന് തോന്നുന്നു. പേരൊന്ന് പറഞ്ഞു ചേച്ചി ചേച്ചി നമ്മൾ വേറെ ആരും സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ഏത് ചേച്ചി വന്നാലും നമുക്കറിയാം. ഞാൻ തന്നെ പറക്കാൻ പോലും, ഞാൻ തന്നെ ക്ലീനപ്പ് ചെയ്യുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്രൂട്ട് ബൗൾ പോലത്തെ ഒരു സാധനമാണ്. അത് എനിക്കൊന്ന് സെറ്റ് ചെയ്യണം. പക്ഷേ ബോക്സ് പൊട്ടിക്കണ്ട, ഞാൻ പൊട്ടിക്കുന്നില്ല. ഞാനതോടെ വെച്ചേക്കാം. പിന്നെ ഇത് ഒത്തിരി ഹെവിയാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, അറിയില്ല. ഇപ്പൊ യൂസ് ചെയ്യാൻ പറ്റിയത് മാത്രം പൊട്ടിച്ചാൽ മതി. ഇത് ബേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന പ്ലേറ്റാണ്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 1 പീസ് അതിൽ പടം ഉണ്ടാണോ, 1 പീസ് റെക്ടാങ്കുലർ ബേക്കർ ട്രേ ആണ്. 3.7 ലിറ്ററിൻ്റെ. അതോടെ വെച്ചേക്കാം. പിന്നെ ഇത് ആരോ എന്തോ പൊട്ടണായിട്ടാണ്, പൊട്ടുന്ന ഐറ്റാണ്. ഫ്രജൈലിന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഉള്ള ഐറ്റാണ്. കാരണം നമ്മൾ പുറത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ആവശ്യമുള്ളൊരു സാധനം. സോ ആര് തന്നായാലും വളരെ വളരെ താങ്ക് യു. നമ്മുടെ കുക്കർ, റൈസ് കുക്കർ, നമ്മുടെ നോർമൽ കുക്കർ. പക്ഷേ നമ്മുടെ ഹാൻഡിൽ, എനിക്ക് തോന്നുന്നു ഹാൻഡിൽ ഇൻസൈഡാണ്. കാരണം ഇതിന് പോട്ടുണ്ടായിരുന്നു. നമ്മുടെ കുക്കറാണോ അത്? നോർമൽ കുക്കർ. അത് എനിക്കറിയില്ല ആര് തന്നു. പക്ഷെ എനിക്ക് എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആണ്. താങ്ക് യു. എനിക്ക് തോന്നുന്നത് എത്ര ലിറ്റർ എന്നൊന്നും എഴുതിയിട്ടില്ല. അവിടെ ഉണ്ടാവല്ലോ സ്റ്റിക്കർ ഉണ്ടാവും. നമ്മുടെ ഉള്ള കുക്കറിനേക്കാളും വലുതാന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് എ കുക്കർ. സോ വയ്ക്കാം. നെക്സ്റ്റ് വൺ അതെനിക്ക് ആരെ തന്നേന്നറിയാം. ഓക്കെ, ഇത് തന്നത് ആരാണെന്ന് നമുക്കറിയാം. ഇത് നമ്മൾക്ക് നല്ല വെയിറ്റുള്ള ഒരു സാധനമാണ്. ഇത് നമുക്കറിയാം, കാരണം നമ്മൾ ആരും മെൻഷൻ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നു 16 പീസ് ഡിന്നർ സെറ്റാണ്. അപ്പോൾ നമുക്കത് പൊട്ടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ പൊട്ടിച്ചാൽ മതി. ഇതൊരു സ്പൈസ് ജാറാണ്. അപ്പം നമ്മൾ ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ഉള്ള ഒരു സാധനമാണ്. ഇത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ആൾ
ഞങ്ങളുടെ പേര് ഇതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഫ്രം വെരി സ്പെഷ്യൽ ആൻറ്റിനോള. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ആൾക്കൊരു 74 ഇയേഴ്സ് ആയിട്ടുണ്ടാവും. ഇപ്പോഴും സ്റ്റിൽ യങ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം ആൻറ്റിനോള നമ്മളാണ്. സ്പെഷ്യൽ ഗിഫ്റ്റ് ലഭിക്കണം. നല്ല വെയിറ്റ് ഉണ്ട്. Chuvina family, God bless your house. Lots of love from Auntie Nola. That's a special gift. So let's see this one. നമ്മുടെ പേരൊന്നും എഴുതിയിട്ടില്ല. നമുക്കറിയാം. എനിക്കൊന്നുണ്ട് 6 പീസ് ഗ്ലാസ് സെറ്റാണ് നമ്മുടെ ഉണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലാസ് ഈ ഷേപ്പിൽ നമ്മുടെ അപ്പൊ നമ്മുടെ സുട്ടു എന്ന കുട്ടി എണീറ്റിട്ടുണ്ട്. സുട്ടു ഉറങ്ങായിരുന്നു ആക്ച്വലി. നമ്മുടെ ആക്ച്വലി ഇത് നല്ല ഗ്ലാസ് ആണ് കേട്ടോ. നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഉണ്ടായിരുന്നു, പക്ഷെ 1-2 പീസ് ഉണ്ടായിരുന്നുള്ളൂ. അത് പൊട്ടിപ്പോ എന്തോ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾക്കും ഇത് വളരെ യൂസ്ഫുൾ ആണ്. നമുക്കങ്ങനെ എടുത്തേക്കാം. ചോക്ലേറ്റ് ഉണ്ട്, വയ്ക്കാം. ഇത് ഹെർഷീസ് എന്നൊരു ബ്രാൻഡിന്റെ. അപ്പോൾ പൊട്ടിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ പേര് ഉണ്ടായിരുന്നു. പേര് മെൻഷൻ ചെയ്യുന്നില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടു. 16 പീസ് ഡിന്നർ സെറ്റാണ്. അത് നമുക്കും യൂസ്ഫുൾ ആണ്, പക്ഷെ ഇത് വളരെ ഹെവി ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് പേരൊന്നുമില്ല, അറിയില്ല, പേരിന് ഇവിടെ പറയാനില്ല. ഇതും ഇതുപോലെ നമുക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മുടെ മുന്നേ നമ്മളുണ്ടായിരുന്നത്, പക്ഷെ അത് കേടായി പോയിരുന്നു. അത് നമുക്ക് ഇങ്ങനെ, പക്ഷെ ഇത് നല്ലതാ ശരിക്കും. ആക്ച്വലി ഇത് നമുക്ക് ആക്ച്വലി ഈ സാധനം ഭയങ്കര ഉപകാരപ്പെട്ട സാധനം. വളരെയധികം യൂസ്ഫുൾ ആണ് കേട്ടോ. വേറെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് നോൺ സ്റ്റിക്ക് ഇലക്ട്രിക് ഫ്രൈങ് പാൻ ആണ്. ഇവൻ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ പോലും നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് ആക്ച്വലി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു മുന്നേ, നമ്മളപ്പോൾ യൂസ് ചെയ്തത്. പക്ഷെ അത് കേടായിട്ട് നമ്മളത് കളഞ്ഞായിരുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഐ ഡോണ്ട് നോ. Come here. I will unbox this. Okay? Unbox this. Unbox the bag. We'll do it. We'll do it together. സുട്ടു ഉറങ്ങായിരുന്നു. അപ്പൊ സുട്ടു എണീറ്റു. അപ്പൊ നമുക്ക് അൺബോക്സ് ടുഗദർ. Okay? സുട്ടു പൊട്ടിക്കും. Open. Helping. ഇതും ഒരു മറ്റേ ഫ്രൂട്ട്സ് ഹോൾഡറാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഫ്രൂട്ട് ബൗൾ. രണ്ടാമത്തെ നമ്മുടെ ഫ്രൂട്ട് ബൗള് ലുക്ക് ലൈക്ക് ഒരു പോട്ടാണ്. ഇപ്പൊ ഷേപ്പാണെന്നും ഏകദേശം പൊട്ടണല്ലോ. പൊട്ടണമെന്ന് പാത്രത്തിനൊരു വിശ്വാസം. ബ്ലാക്ക്, നമ്മുടെ ഫുൾ കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ കുക്കിംഗ് പോട്ട്സ് നമുക്ക് എന്തായാലും ഉണ്ടെങ്കിലും നമുക്ക് അടിപൊളിയാണ്. നല്ല സാധനമാണ്. ദിസ് വൺ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് വന്നതാണ്. ജസ്റ്റ് നമ്മുടെ കട്ടിംഗ് ബോർഡ്, നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഇത് നമ്മൾ നല്ല അൺബോക്സ് ചെയ്തതാണ്. It's a gift. It's again, it's a frying pan. It's a frying pan. രണ്ടാമത്തെ ഫ്രൈങ് പാനാണ്. എല്ലാവരും ചെയ്യാം. ഒരെണ്ണം കേടാകുമ്പോൾ അടുത്തെടുക്കാം. അതെനിക്ക് നിവൃത്തിയില്ല. It's from my friend. So she brings some wine.
She brings some wine. Thank you sister. അവള് നമ്മളെ എഴുതി വെച്ചിട്ടുണ്ട് forever my sister and always my friend. So എൻ്റെ ഫ്രണ്ട് എന്താണ് so she also എനിക്ക് തന്നത് ഒരു സ്പെഷ്യൽ ഒരു ഷേപ്പിലുള്ള ഒരു വൈൻ ഗ്ലാസ് ഉണ്ട് 2 പീസ് വൈൻ ഗ്ലാസ് സോ വൈൻ എത്ര പെർസെന്റേജ് ആൽക്കഹോള് 13.5% ഉണ്ട്. ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടായി പോകും. ഞാൻ എത്ര എനിക്ക് മധുരമാണെന്നുണ്ടെങ്കിൽ ഞാൻ വൈൻ കഴിക്കും. ഷുഗർ കണ്ടന്റ് ഒന്നും എഴുതിയിട്ടില്ല. ഇല്ല. Tohu is the world first Morey-owned wine company. Tohu എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫോക്കസ് ഡേയിലെ ഒരു ബ്രാൻഡാണ്. അതിനത് ഓർക്കണേക്കാൾ ആ ചോക്ലേറ്റിന് ഒരു പീസ് കൊടുക്കൂല. ചോക്ലേറ്റ് അതൊരു ആരോ തമ്മ ഗിഫ്റ്റ് ആണോ എനിക്കറിയില്ല. ഓ ദിസ് വൺ ഈസ് എ ഫോട്ടോ ഫ്രെയിം. ഇതാരോ കൊണ്ടു നമുക്കൊരു ഐഡിയ ഇല്ല. അത് കൊള്ളാലോ. കൃഷ്ണന്റെ നമ്മുടെ കൃഷ്ണന്റെ അതൊരു ഫോട്ടോ ഫ്രെയിം. അപ്പൊ താങ്ക് യു. ഫ്രൈയിങ് പാൻ നമ്മൾ പൊട്ടിക്കുന്നില്ല. നമ്മള് കാസ്റ്റ് ചെയ്യേണ്ട ഒരു ഫ്രൈയിങ് പാനാണ്. കാണിച്ചുതരാം. ഒരു കാസറോൾ സെറ്റാണ്. അതുതന്നെ നമ്മൾ ആരെങ്കിലും ജസ്റ്റ് വരുമ്പോൾ യൂസ് ചെയ്യാം. ഇത് നമ്മൾ പൊട്ടിക്കുന്നില്ല. ഒരു 5 പീസ് കാസറോൾ സെറ്റ് അൺബോക്സ് ചെയ്യുന്ന കിട്ടുന്ന ആവശ്യമില്ല. ഇത് നമ്മളൊരു സെയിം മോഡലിലൊരു കുക്ക്വെയർ സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഷെൽഫാണ്. നമ്മൾ ഒരു ലിങ്ക് പൊന്തിക്കാൻ പറ്റുന്നത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. സെറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഒരു അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിലും വയ്ക്കാം. നമുക്ക് ചെടികളോ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വോളും വേണമെന്നുണ്ടെങ്കിൽ വെക്കുന്ന രീതിയിലൊക്കെ ഉണ്ട്. ഇത് പറയാൻ വിട്ടുപോയി. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള നൈബേഴ്സിന് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൗസ് വാങ്ങിന്. അപ്പോൾ അവരുടെ ഗാർഡനിൽ അവർ സ്പെഷ്യലായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെ ഒത്തിരി വയസ്സായിട്ട് ആൾക്കാരുണ്ടോ നമ്മളെ നൈബേഴ്സിനുള്ളിൽ. അവർ കൊണ്ടാണ് സ്പെഷ്യലായിട്ട് കൊണ്ടാണ് അത്രയും ഓമനിച്ച് വളർത്തിയ ഫ്ലവേഴ്സ് അല്ലായിരുന്നു. നമുക്ക് ഇവിടെ അങ്ങനെ എന്താ പറയുക, ഇവിടെ എല്ലാ വീട്ടിലും നമ്മളിങ്ങനെ ഫ്ലവേഴ്സ് അങ്ങനെ ഒരു ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. മിക്ക വീടുകളിലുണ്ടാവും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് പ്ലന്റാണ്. നമ്മുടെ റെഡ് ഹാന്തൂറിയും ആണിത് കേട്ടോ. ഇത് അടിപൊളിയായി കാണാം. എൻ്റെ ഒരു ഇല്ലേക്ക് ആക്ച്വലി ഇത്. ഇനി ഇതെന്ന് പറയുന്നത് നമ്മളുടെ മാൻഡ്രൈന്ന് അല്ല ശരിക്കും മാൻഡ്രൈന്ന് നമ്മൾ മാൻഡ്രൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക മലയാളികൾക്ക് മനസ്സിലായെന്ന് വരില്ല. മാൻഡ്രൈൻ എന്ന് പറഞ്ഞാൽ ഓറഞ്ച്. അതിന് ഇവിടെ ഓറഞ്ച് നമുക്ക് ഓറഞ്ച് ആയാലും മാൻഡ്രൈൻ ആയാലും എല്ലാം സെയിം തന്നെയാണ് ഓറഞ്ച്. അപ്പോൾ ഇവിടെ എന്താ പറയുക നമ്മൾക്ക് ഇപ്പോൾ ഓറഞ്ചിനും മാൻഡ്രൈനും ഡിഫറൻസ് എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം. മാൻഡ്രൈൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പൊളിച്ച നാളിലിടുന്നതാണ് ആക്ച്വലി മാൻഡ്രൈൻ. നമ്മൾ ഈ പൊളിച്ച് പീൽ ഓഫ് ചെയ്ത് കഴിക്കുന്നതാണ് മാൻഡ്രൈൻ. മറ്റേത് കട്ട് ചെയ്യുന്നതാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ ഓറഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയുക മുസംബിയില്ലേ, മുസംബിയുടെ ഒക്കെ ഷേപ്പിലുള്ളത് നമ്മൾ മുസംബി കട്ട് ചെയ്തല്ലേ നമ്മൾ കഴിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ആക്ച്വലി പ്രോപ്പർ ഓറഞ്ച് എന്ന് പറയുന്നതാണ്. അപ്പൊ എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയില്ല, ചിലപ്പോൾ തെറ്റായിരിക്കും. അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മാൻഡ്രൈൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഇതൊരു വലിയതാണ് കേട്ടോ. ഇങ്ങനെയാണൊരു 5 അടി ഹൈറ്റുള്ള മാൻഡ്രൈൻ. അപ്പോൾ താങ്ക് യു. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഹൗസ് വാമിങ് ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇത് മുഴുവൻ തിന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ്.
പിന്നെ ഗിഫ്റ്റായിട്ട് അല്ലാണ്ട് നമുക്കിപ്പോൾ ഇവിടെ ഗിഫ്റ്റ് കാർഡാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ന്യൂസിലാൻഡിൽ നമ്മൾ ഗിഫ്റ്റ് കാർഡ് കൊടുക്കും. ഗിഫ്റ്റ് കാർഡ് കൊടുക്കും. ഗിഫ്റ്റ് കാർഡ് കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് വാങ്ങി കൊടുക്കാമെന്നൊരു കൺഫ്യൂഷനാണ്. നമുക്ക് ചോക്ലേറ്റ് വേണം. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ ഇപ്പോൾ ന്യൂസിലാൻഡ് വരുന്നവർക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പലർക്കും. ഇപ്പോൾ ഒരു ഹൗസ് വാമിൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കുന്ന ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉള്ളപ്പോൾ നമ്മൾക്ക് ഏറ്റവും ആയിട്ടൊരു സൊല്യൂഷനാണ് ഗിഫ്റ്റ് കാർഡ്. അപ്പോൾ അങ്ങനെ വന്ന ഫ്രണ്ട്സ് കുറേയധികം ഫ്രണ്ട്സ് നമുക്ക് ഗിഫ്റ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര കാർഡ് ഉണ്ടാവും നമുക്ക്? ഒരു 10 കാർഡ് ഉണ്ടാവും. ഒരു 10 കാർഡിൽ മേലെ നമുക്ക് ഗിഫ്റ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.